കഴിഞ്ഞ ദിവസം അമ്മ സംഘടനയെക്കുറിച്ച് മോശമായി പറഞ്ഞാൽ തെറി വിളിക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണ് നടൻ ധർമ്മജൻ ബോൾഗാട്ടി. ഇപ്പോൾ വീണ്ടും അമ്മയെക്കുറിച്ച് ചില കാര്യങ്ങൾ തുറന്നു പറയുകയാണ് അദ്ദേഹം. അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ടപ്പോൾ മാനസികമായി നല്ല വിഷമം തോന്നിയെന്നും അമ്മ സംഘടനയിൽ സജീവമായി നിൽക്കുന്നവരാകണം ഇനി ഈ സംഘടനയുടെ തലപ്പത്തേക്ക് വരേണ്ടതെന്നും ധർമ്മജൻ പറയുന്നു. ഈ സംഘടനയ്ക്ക് നല്ല രീതിയിൽ ഫണ്ട് ഉണ്ടാക്കണമെങ്കിൽ മോഹൻലാലും മമ്മൂട്ടിയും തന്നെ വേണമെന്നും അല്ലാതെ ഒരുത്തരും വിചാരിച്ചാൽ അത് നടക്കില്ല, അതാണ് സത്യമെന്നും ധർമ്മജൻ പറയുന്നുണ്ട്. വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഒരു മീറ്റിംഗ് അമ്മ എന്ന സംഘടന വെക്കുന്നത്. ഇപ്പോൾ ആരോപണം നേരിട്ടവരുടെ എല്ലാം കൂടി മൊത്തത്തിലുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഴുവൻ പേരും രാജിവെക്കുന്നു എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. അത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി ഇപ്പോൾ ഭരിക്കാൻ വരുന്നത് ആരാണെന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ ഒരൊറ്റ കാര്യം മാത്രം പറയാം, നമുക്ക് ഫണ്ട് ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതിനൊക്കെ ലാലേട്ടനും മമ്മൂക്കയും ഒന്നുമില്ലാതെ വേറൊരുത്തനും വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. അതാണ് സത്യം. വേറെ ആര് വന്നാലും നടക്കില്ല. അമ്മയിൽ നിന്ന് 5 രൂപ പോലും വാങ്ങാത്ത ഒരാളാണ് ഞാൻ ഇനി ചിലപ്പോൾ അമ്മയിൽ ഉണ്ടാകില്ല എന്നും ധർമ്മജൻ പറയുന്നുണ്ട്. നേരത്തെ ദിലീപേട്ടനെ പുറത്താക്കിയപ്പോൾ തന്നെ ഇതിൽ നിന്നും ഇറങ്ങിപ്പോകണമെന്ന് തീരുമാനിച്ചതാണ് ഞാൻ. ഇപ്പോൾ ഈ ഒരു പ്രഖ്യാപനം കൂടിയായപ്പോൾ എനിക്ക് മാനസികമായി വലിയ പ്രശ്നം തന്നെയുണ്ട്. ഞാൻ ഭയങ്കര സന്തോഷത്തോടെയാണ് ഈ സംഘടനയിൽ ഇതുവരെ നിലനിന്നത്. ചിലപ്പോൾ ഞാൻ ഇനിയും സംഘടനയിൽ നിന്ന് പോരാടും, അല്ലെങ്കിൽ പുറത്തു വരും. ഇപ്പോഴത്തെ യുവനടന്മാർ വിചാരിച്ചാലൊന്നും സംഘടനയിലേക്ക് പണം വരില്ല. സംഘടനയിൽ പണം വേണമെങ്കിൽ സൂപ്പർ താരങ്ങൾ തന്നെ വേണം. സ്ത്രീ സുരക്ഷ എല്ലായിടത്തും വേണം. അത് സിനിമാ മേഖലയിൽ മാത്രമല്ല, എൻ്റെ വീട്ടിലും വേണം. പുതിയ ആളുകൾ വന്ന് നല്ല രീതിയിൽ സംഘടന കൊണ്ടുപോയാൽ അത് നല്ല കാര്യം തന്നെയാണ്. വരുന്നത് ആരായാലും നന്നായി കൊണ്ടുപോകണം എന്ന് മാത്രം. ചിലതൊക്കെ ഞാൻ പറഞ്ഞാൽ പച്ചയ്ക്ക് പറയേണ്ടി വരും. വർഷത്തിൽ ഒരിക്കലാണ് അമ്മ ഒരു മീറ്റിംഗ് വെക്കുന്നത്. ആ മീറ്റിങ്ങിൽ വരുന്നവരായിരിക്കണം അമ്മയുടെ തലപ്പത്ത് വരേണ്ടത്. അതിന് വരാൻ പോലും പറ്റാത്തവരൊക്കെ ആ സ്ഥാനത്തേക്ക് പൊക്കിക്കൊണ്ട് വന്നിട്ട് ഒരു കാര്യവുമില്ല എന്നും ധർമ്മജൻ പറയുന്നു. ലാലേട്ടൻ മാറിയാൽ കുഞ്ചാക്കോ ബോബനൊക്കെ വരണമെന്നാണ് ഞാൻ പറയുക. അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്. ഒരു ചീത്തപ്പേരും ഇതുവരെ കേൾപ്പിക്കാത്ത ആളുമാണ്. അദ്ദേഹം അമ്മയുടെ പ്രസിഡൻ്റായാൽ വളരെ നന്നായിരിക്കും. ഇപ്പോൾ നടന്മാർക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ ചിലപ്പോൾ പണത്തിന് വേണ്ടിയുള്ള ഭീഷണി ആയിരിക്കും. ഈ ആരോപണങ്ങളൊക്കെ ഒരു അവസരമായി കണ്ട് മുതലെടുക്കുന്ന ആളുകളും ഉണ്ടാകുമെന്നാണ് ധർമ്മജൻ പറയുന്നത്. മിമിക്രി വേദികളിൽ നിന്നും തിളങ്ങി സിനിമയിൽ എത്തുകയും പിന്നീട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ബാലുശ്ശേരിയിൽ നിന്നും മത്സരിച്ച് പരാജയപ്പെടുകയും ചെയ്ത രാഷ്ട്രീയക്കാരൻ കൂടിയാണ് ധർമ്മജൻ ബോൾഗാട്ടി.